ചെർപ്പുളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും നഗരസഭാ വാർഡ് സമിതികളുടെയും കൂട്ടായ്മ ചെർപ്പുളശ്ശേരിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ബഹുജന റാലി സംഘടിപ്പിക്കും. ശനിയാഴ്ച വൈകിട്ട് 4-നാണ് റാലി. ഈ അവസരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്നുള്ള നിലക്ക് അത് നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആർദ്രം ഈ 26-ാം തീയതി ശനിയാഴ്ച ചെർപ്പുളശ്ശേരിയിൽ വെച്ചിട്ട് ഒരു ബോധവൽക്കരണ റാലിയും അതിനോടനുബന്ധിച്ച് ഒരു സമ്മേളനവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആർദ്രം ചെർപ്പുളശ്ശേരി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ആർദ്രത്തിൻ്റെ സഹോദര സംഘടനകളായ സ്നേഹാർദ്രം, ആർദ്രതീരം എന്നീ സംഘടനകളെ പിന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ഒരു മഹാറാലി തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് ചെർപ്പുളശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ബിനു തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 4:30-ന് പാലക്കാട് റോഡിലെ പഴയ പെട്രോൾ പമ്പ് പരിസരത്ത് സമാപിക്കും. പൊതുസമ്മേളനം നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തിയതിനു ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. തീർച്ചയായും ഒരു ആർദ്രത്തിന്റെ ഒരു പാലിയേറ്റീവ് സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് ആർദ്രത്തിന്റെ ലക്ഷ്യമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായിക്കൊണ്ട് സമൂഹത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കിടക്കപ്പായ കരികിലേക്ക് എത്തിക്കൊണ്ട് സമൂഹ മനസാക്ഷിയെ സഹായിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിന് ആഴ്ചയിൽ 7 ദിവസവും ഹോം കെയർ സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആർദ്രം 24 മണിക്കൂറും ഹോം കെയർ സംവിധാനത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ആർദ്രത്തിൻ്റെ സന്ദേശം ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം തിന്മകൾക്കെതിരെ ആർദ്രത്തിൻ്റെ പ്രവർത്തകർ സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നത്. ആർദ്രം പാലിയേറ്റീവ് ചീഫ് മെഡിക്കൽ ഓഫീസർ പി.ടി. ഹമീദ്, പ്രസിഡന്റ് വി.പി. ഹുസൈൻ, സെക്രട്ടറി എ. രാമകൃഷ്ണൻ, കോർഡിനേറ്റർ പി.ടി. ഹംസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.